തരമാറ്റിലാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ നയനയാണെങ്കിൽ അനിയോട് പറയുന്നുണ്ട്, അനി, നീ ഒറ്റൊരുത്തൻ കാരണമാണ് ഇത്രയധികം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നേരിടേണ്ടി വരുന്നത് എന്ന് പറയുമ്പോൾ, ഏട്ടത്തി ഞാൻ എന്തു ചെയ്തെന്നാണ് ഏട്ടത്തി പറഞ്ഞു വരുന്നത്? എനിക്ക് നന്ദുവിനെ ഇഷ്ടമായതാണോ ഇത്രയും വലിയ തെറ്റ് എന്ന് അനി ചോദിക്കുകയാണ്. എടാ, അതുമാത്രമല്ല, ഇത് വലിയ പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെന്താണ് നീ മനസ്സിലാക്കാത്തത്, തിരിച്ചറിയാത്തത് എന്ന് ചോദിക്കുന്നു. ഏട്ടത്തി, എനിക്ക് നന്ദുവിനെ അല്ലാതെ വേറെ ആരെയും വിവാഹം കഴിക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്നു. എനിക്ക് അത്രമാത്രം ഇഷ്ടമാണ് നന്ദുവിനെ എന്ന് പറയുന്നു. കൂടാതെ തന്നെ നന്ദുവിന് തിരിച്ചും ഇതേ സമയം നയന പറയുന്നുണ്ട്, ഞങ്ങൾ 18 പണി പഠിച്ചത് നോക്കിയിട്ടും പ്രയോഗിച്ചിട്ടും ഈ കാര്യത്തിൽ മാത്രം നന്ദു മാറി നിൽക്കുന്നില്ല, അവളുടെ മനസ്സ് വ്യതിചലിക്കുന്നില്ല എന്ന് പറയുകയാണ്. അതായത് നിന്നെ അവൾ ഒരു കാന്തമാരി ആകർഷിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നു. അവളല്ല ആകർഷിച്ചിരിക്കുന്നത് നയനെ, ഇവനാണ്. ഇവൻ ഈ MD കസേര വരെ എനിക്ക് തന്നത് അവളുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനാണ്, അവളുടെ മനസ്സിൽ കൂടുതൽ ഇടം നേടാനാണ് എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നു. ഇതേ സമയം, എടാ അനി, സത്യമല്ലടാ ഞാൻ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അനിയാണെങ്കിൽ ഒരു കള്ളച്ചിരി ചിരിക്കുകയാണ്. ഇതേ സമയം നീ കള്ളച്ചിരിയും കാര്യങ്ങളൊന്നും ചിരിച്ചിട്ട് യാതൊരു തരത്തിലുള്ള പ്രയോജനമോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. എനിക്കറിയാം നീ എന്താണ് ചിന്തിക്കുന്നത്, നിൻ്റെ മനസ്സ് എന്താണെന്നൊക്കെ. അതുകൊണ്ട് തന്നെ നീ അധികം ഇനി ആഘോഷിക്കാനോ പാട്ടും കൂത്തും വെച്ച് നടത്താനോ നിൽക്കേണ്ട എന്ന് പറയുമ്പോൾ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല ഏട്ടാ എന്ന് പറയുമ്പോൾ, അത് മതി, മുത്തശ്ശൻ്റെ സ്വഭാവം അറിയാലോ, ചിലപ്പോൾ പുറത്തായി എന്ന് വരുമെന്ന് പറയുമ്പോൾ, അങ്ങനെയൊന്നും മുത്തശ്ശൻ എടിപിടിയുന്ന ഒരു തീരുമാനം എടുക്കുന്ന ആളല്ല ഏട്ടത്തി. മുത്തശ്ശന് ഞാൻ പറഞ്ഞതൊക്കെ വിശ്വാസമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുത്തശ്ശൻ എൻ്റെ പക്ഷത്ത് നിൽക്കുന്നതും എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ അതൊക്കെ ശരി തന്നെയാണ്. ഞാൻ ഇപ്പോൾ പറയുന്നത് നീ മനസ്സിൽ കുറിച്ച് വയ്ക്കണം. നിൻ്റെ അമ്മയെ വേദനിപ്പിച്ച് നീ ഒന്നിനും നിൽക്കരുത്. അമ്മയെ വേദനിപ്പിച്ചാൽ അത് വലിയൊരു ശാപമായി മാറും എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം അനി പറയുന്നുണ്ട്, തീർച്ചയായും ഏട്ടത്തി, അമ്മയെ വേദനിപ്പിച്ച് ഞാനൊന്നും തന്നെ ചെയ്യില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അനി അങ്ങനെ പറയുകയാണ് കേട്ടോ. അതിനുശേഷമാണെങ്കിൽ അനിയാണെങ്കിൽ പതിയെ പുറത്തേക്ക് പോവുകയാണ്. ഇതേ സമയമാണെങ്കിൽ നയന ചോദിക്കുന്നുണ്ട്, ആരെ കാണാനാ? നന്ദുവിനെ കാണാനാണോ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് ഒന്നും പറയാതെ പോവുകയാണ്. ഇതേ സമയം നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, അതിനുവേണ്ടി തന്നെയായിരിക്കും, അവളെ വിവരമറിയിക്കാൻ തന്നെയായിരിക്കും അവൻ പോകുന്നത് എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അനി സന്തോഷത്തോടെ പോകുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കണേ.